അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പങ്കെടുക്കുന്ന കാര്യം തീരുമാനിക്കേണ്ടത് AICC എന്ന KPCC അധ്യക്ഷൻ കെ സുധാകരൻ. പങ്കെടുക്കരുതെന്ന് കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കാര്യം അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നും സുധാകരൻ. മതവിശ്വാസം ഇല്ലാത്തതുകൊണ്ട് CPM-ന് അയോധ്യ കാര്യത്തിൽ വേഗം തീരുമാനമെടുക്കാമെന്ന ശശി തരൂർ MP. രാമക്ഷേത്രത്തെ രാഷ്ട്രീയ വേദിയാക്കുന്നവരുടെ ഉദ്ദേശം എന്താണെന്നും തരൂർ. രാമക്ഷേത്രം സങ്കുചിത താൽപര്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം തുടങ്ങി. ചില്ലറയുടെ കാര്യത്തിൽ ഇനി യാത്രക്കാരും ജീവനക്കാരും തമ്മിൽ തർക്കമുണ്ടാകില്ലെന്ന മാനേജ്മെന്റ്. ഡിജിറ്റൽ ഇടപാട് ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം. തിരുവനന്തപുരത്ത് പിഞ്ചോമനയെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ അമ്മ സുരിതയെ കോടതി റിമാൻഡ് ചെയ്തു. തിരുവല്ലത്ത് ഷഹ്നയുടെ മരണത്തിൽ ആരോപണ വിധേയർക്കെതിരെ ആത്മഹത്യാ കുറ്റം ചുമത്തി അന്വേഷണം. പ്രശസ്ത നാടകകൃത്തും സംവിധായകനുമായ പ്രശാന്ത് നാരായണൻ അന്തരിച്ചു. 51 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം. പ്രശസ്ത തമിഴ് നടനും DMDK നേതാവുമായ വിജയകാന്ത് അന്തരിച്ചു. 71 വയസ്സായിരുന്നു. ദീർഘനാളായി ചികിത്സയിലായിരുന്ന നടൻ മരിച്ചത് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ. രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 6 മരണം, 692 പോസിറ്റീവ് കേസുകൾ. ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം. കള്ളപ്പണക്കേസിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്കയെ നോട്ടമിട്ട് ED. ഹരിയാനയിലെ ഭൂമി ഇടപാട് കേസിൽ ED തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ പ്രിയങ്കയുടെ പേരുൾപ്പെടുത്തി. ഹരിയാനയിൽ 5 ഏക്കർ ഭൂമി പ്രിയങ്ക ഗാന്ധി വദ്രയും വാങ്ങിയെന്ന കുറ്റപത്രം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം പ്രമാണിച്ച് അയോധ്യയിൽ സുരക്ഷ ശക്തമാക്കി. പര്യടനം ശനിയാഴ്ച. 4 മണിക്കൂർ നേരം പ്രധാനമന്ത്രി അയോധ്യയിൽ തങ്ങും. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ നിശിതമായി വിമർശിച്ച രവിശാസ്ത്രി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള 1-ാം ടെസ്റ്റിൽ രോഹിത് വരുത്തിയ വീഴ്ചകൾ ടീമിനെ ആകെ ബാധിച്ചെന്നും ശാസ്ത്രി.